ജയിച്ചത് ആരുടെ സമരമെന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ ജെയ്ക് സി തോമസ്, ഒരു സമരത്തിന് 2 തവണ ജയിക്കാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ ഇന്നത്തെ ഈ ജയമല്ലേ അന്തിമമായി ലോ അക്കാദമി സമരത്തിലെ ജയം എന്ന് പറയുന്നത്? ശ്രീ വേണു, 2 തവണ ജയിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നു, ശരിയാണ്. നമ്മുടെ നാട്ടിൽ സപ്ലിമെൻ്ററി പരീക്ഷയൊക്കെ റിയൽ എക്സാമിന് ശേഷം നടത്താറുണ്ട്. മിടുക്കന്മാരായുള്ള വിദ്യാർത്ഥികൾ ഫസ്റ്റ് അപ്പിയറൻസിൽ എക്സാം എഴുതി പാസ്സാകും. അത്ര മിടുക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾ സപ്ലിമെൻ്ററി പരീക്ഷ എഴുതിയിട്ടാവും എക്സാം പാസ്സാകുക. ഞാനിപ്പോൾ ഇതിനെ അങ്ങനെ കാണുന്നു. കാരണം ഇവിടെ എന്തെല്ലാമായിരുന്നു നമ്മുടെ മാതൃഭൂമി ചാനൽ തന്നെ നമ്മൾ ഇതേ ചാനൽ മുറിയിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പാസ്പോർട്ട് കണ്ടുകെട്ടണം, പ്രിൻസിപ്പളുടെ SC/ST അട്രോസിറ്റി കേസ്, ഭൂമിയുടെ കേസ്, ബാങ്കിൻ്റെ കേസ്, ഹോട്ടലിൻ്റെ കേസ്, ഇന്റേണൽ അസസ്മെൻറ്റിൻ്റെ ഇഷ്യൂ, പെൺകുട്ടികൾക്ക് നേരെയുള്ള ഹോസ്റ്റലിലെ പീഡനങ്ങൾ, CCTV ക്യാമറകളുടെ ജനാധിപത്യ വിരുദ്ധമായ ഉപയോഗം. എന്താ ഉള്ളത്? പീറപ്പ് കീപ്പർ എന്ന് ഞങ്ങളെയാണ് വിളിച്ച് ആക്ഷേപിച്ചുകൊണ്ടിരുന്നത്. ഇതെന്താണ്? ഒരു മിനിറ്റ്സിൻ്റെ കോപ്പി നിങ്ങൾ തന്നെ ഓർക്കുന്നുണ്ടാവും. 5 അംഗ ഗവേണിംഗ് കൗൺസിൽ 4 പേർ ഒപ്പിട്ട ഞങ്ങൾ മാനേജ്മെൻറ്റുമായി ഉണ്ടാക്കിയ എഗ്രിമെൻറ്റ് 4 ആളുകൾ ഒപ്പിട്ടപ്പോൾ ഇവർ പറഞ്ഞു ഡോക്ടർ ലക്ഷ്മി എസ് നായർ ഒപ്പില്ല എന്ന്. ഇവിടെ എവിടെയാണ് ഒപ്പുള്ളത്? 4 പേർ എസ്തഫയുടെ ധാരണാപത്രത്തിൽ ഒപ്പിട്ട്, ഇവിടെ 2 പേർ മാത്രമാണ് ഒപ്പിട്ടിട്ടുള്ളത്. ഇവിടെ ആകെ പറഞ്ഞതിരിക്കും എന്താണ്? പ്രിൻസിപ്പളിനെ മാറ്റും, പുതിയ പ്രിൻസിപ്പളിനെ നിയമിക്കും. ഇവർക്ക് ഞങ്ങൾ സമരം അവസാനിപ്പിച്ച് അന്ന് സമരം അവസാനിപ്പിച്ച് ഞങ്ങൾക്കൊരു വാശിയുമില്ല. ഈ കഴിഞ്ഞ ദിവസം ഫെബ്രുവരി 4-ാം തീയതി നമ്മൾ ഇതേ ചാനൽ മുറിയിൽ നിന്ന് ചർച്ച ചെയ്തു. വിദ്യാഭ്യാസ മന്ത്രിയുടെ യോഗത്തിൽ അദ്ദേഹം വന്ന് പ്രഖ്യാപിച്ചതാണ് ഇന്ന് പുതിയ പ്രിൻസിപ്പളിന്റെ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചുകൊണ്ട് ഇന്ന് പത്രത്തിൽ പരസ്യം നൽകുമെന്ന് അന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ യോഗത്തിൽ അദ്ദേഹം നൽകിയ ഉറപ്പാണ്. അതേപോലെ തന്നെ അന്ന് യോഗത്തിൽ അസന്നിഗ്ധമായി അദ്ദേഹം പ്രഖ്യാപിച്ചതാണ്. ഒരു സംശയവും വേണ്ട, പുതിയ പ്രിൻസിപ്പൽ സ്ഥാനത്തേക്ക് പുതിയ ആൾ, എല്ലാവിധ യോഗ്യതകളും കൂടി പുതിയ ആൾ അന്ന് വരുമെന്ന് ഫെബ്രുവരി 4-ാം തീയതി വിദ്യാഭ്യാസ മന്ത്രി ഉറപ്പ് നൽകിയതാണ്. പിന്നെ എന്തിനാണ് പിന്നെയും ഇവർ സമരം നീട്ടിക്കൊണ്ടുപോയത്? ഈ സമര വൈകൃതം, കേരളത്തിന്റെ സമീപകാല ക്യാമ്പസ് സമരങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ലാത്ത നിലയിൽ സമര വൈകൃതത്തിനല്ലേ ഇന്നലെ 2 കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. പുതുതായി നിങ്ങളുമായി മാനേജ്മെന്റ് ഉണ്ടാക്കിയ ധാരണ എന്നത് നിങ്ങൾക്ക് തൃപ്തികരമായതും മാനേജ്മെന്റിന് തൃപ്തികരമായതുമാണ്. പൊതുസമൂഹം അത് എത്രമാത്രം സ്വീകാര്യതയോടെ കണ്ടു എന്നത് സംശയാസ്പദമാണ്. അതുകൊണ്ടാണല്ലോ സർക്കാരിന് ഈ വിഷയത്തിൽ ഇടപെടേണ്ടി വന്നത്. 2 കാര്യങ്ങൾ ഇന്ന് പുതുതായി ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, ഒരു പ്രിൻസിപ്പലിനെ മാറ്റുന്നു, അതിന് കാലപരിധി വെക്കുന്നില്ല. നിങ്ങളുടെ കാര്യത്തിൽ 5 വർഷം എന്ന് പറയുന്നു, കാലപരിധി വെക്കുന്നില്ല എന്നതാണ് ഒന്നാമത്തെ കാര്യം. 2, ഇതുവരെ അധികാരമില്ല എന്ന് പറഞ്ഞ് മാറി നിന്നിരുന്ന ഒരു സർക്കാർ ഇപ്പോൾ അധികാരമുണ്ട് എന്ന് പറയുകയാണ്. മാത്രമല്ല, എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച വരുത്തുകയാണെങ്കിൽ ഇടപെടുമെന്ന് പറയുകയാണ്. അപ്പോൾ ആദ്യത്തേതിലൂടെ SFIയും രണ്ടാമത്തേതിലൂടെ സർക്കാരും അവരുടെ ഈ 2 സംവിധാനങ്ങളുടെ മുഖമാണ് വികൃതമായിരിക്കുന്നത്. ഒരു സംശയവും വേണ്ട ശ്രീവൺ, അത് നിങ്ങളുടെ വ്യാഖ്യാനം മാത്രമാണ്. കാരണം ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മാനേജ്മെന്റുമായി ഉണ്ടാക്കിയ ധാരണ പ്രകാരമുള്ള 17 എഗ്രിമെന്റുകൾ ഈ പറയുന്ന ഇവർ ഉന്നയിച്ച മുഴുവൻ വിഷയങ്ങളും അഡ്രസ് ചെയ്ത് തീർപ്പുണ്ടാക്കിയ ഞങ്ങളുടെ എഗ്രിമെന്റ് ആയിരുന്നു. പിന്നെ ഇവിടെ പറയുന്നുണ്ട് സർക്കാരുമായി ഉണ്ടാക്കിയ ധാരണ അല്ലെങ്കിൽ പുതിയ പ്രിൻസിപ്പൽ ടൈം 5 വർഷം ടൈം ബൗണ്ട് വെക്കുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നു. ഞങ്ങളുടെ എഗ്രിമെന്റിലും എവിടെയാ കരാറുണ്ടായിരുന്നത്? ലക്ഷ്മി എസ് നായർ ആ സ്ഥാനത്ത് നിന്ന് ഒഴിയുകയും പകരം മറ്റൊരാൾക്ക് അവിടുത്തെ വൈസ് പ്രിൻസിപ്പളിന്റെ ചുമതല നൽകുകയും ചെയ്യുമെന്ന് കരാറിൽ പറയുന്നു. അടുത്ത സെന്റൻസ് ആണ്, അടുത്ത കോട്ടാണ്. 5 വർഷത്തേക്ക് പേരൂർക്കട ലോ അക്കാഡമി ക്യാമ്പസിൽ ഫാക്കൽറ്റിയായി പോലും അദ്ദേഹം പ്രവേശിക്കാൻ വേണ്ടി പോകുന്നില്ല. അതിനാണ് ടൈം ബൗണ്ട് വെച്ചത്, അല്ലാതെ പ്രിൻസിപ്പൽ സ്ഥാനത്തിനല്ല. പ്രിൻസിപ്പൽ സ്ഥാനത്തിന് അന്നും ടൈം ബൗണ്ട് ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും ടൈം ബൗണ്ട് ഉണ്ടായിരുന്നില്ല. അത് അതേപോലെ തന്നെ തുടരുകയാണ്. അതിൽ നിന്നൊക്കെ വ്യക്തമായിട്ട് കൂടുതൽ ക്ലാരിറ്റി നൽകിയ ചർച്ചയാണ് ഫെബ്രുവരി 4-ാം തീയതി. ഇവർ എന്തുകൊണ്ട് അന്ന് സമരം അവസാനിപ്പിക്കാൻ വേണ്ടി തയ്യാറാണ്? പറഞ്ഞുകൊണ്ടിരുന്നത് ജയിക്ക് ഇക്കാര്യത്തിൽ ഇടപെടാൻ അധികാരമില്ല അവർക്ക് എന്നാണ്. ഈ കാര്യത്തിൽ ഇടപെടാൻ അധികാരമുണ്ട് എന്ന് അവർ തന്നെ ഇന്ന് സമ്മതിച്ചു. എന്ന് മാത്രമല്ല, മേലിൽ എന്തെങ്കിലും വീഴ്ച വന്നാൽ അപ്പോഴും ഇടപെടുമെന്ന് പറഞ്ഞു. രവീന്ദ്രനാഥ് പറഞ്ഞൊരു കാര്യം പ്രധാനമാണ്. ഇങ്ങനെയൊരു ധാരണ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും സർക്കാർ ഇടപെടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ 29 ദിവസം അധികാരങ്ങളൊന്നുമില്ല എന്ന വേഷം ധരിച്ച് ഈ സർക്കാർ ആർക്ക് വേണ്ടിയാണ് നിന്നത്? അങ്ങനെ ഒരു തരത്തിലും സർക്കാർ എന്നല്ല. ഞാനിവിടെ സർക്കാരിന്റെ പ്രതിനിധിയായിട്ടുള്ള ഇതിൽ പങ്കെടുക്കുന്നത്, അവിടെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ പ്രതിനിധി എന്ന നിലയിലായിരുന്നു ഞാൻ പങ്കെടുക്കുന്നത്. പക്ഷേ ഇവിടെ പ്രൊഫസർ C രവീന്ദ്രനാഥ് ഇതേ ആവശ്യങ്ങൾ ഞാൻ ചോദിക്കുന്നതാണ്. ഇതേ ആവശ്യങ്ങൾ ഇന്നുണ്ടാക്കി ഇതേ ധാരണ കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ പറഞ്ഞതാണ്. ആ സമയത്ത് ഇവർ പറഞ്ഞത് എന്താണ്? രാജിക്കത്ത് ലഭിച്ചിട്ടല്ലാതെ ഞങ്ങൾ ഒരാളും തിരികെ വീട്ടിലേക്ക് പോകില്ല എന്ന് വിളിച്ചു പറഞ്ഞ പരമമാന്യന്മാർ അവിടെ നിരാഹാര സമരം വരുന്നു. അവർക്ക് ഇപ്പൊ എന്തായി? അതിലെ സമരം അവസാനിപ്പിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്നത് ലക്ഷ്മി നായർ രാജിവെക്കുക എന്നതാണ്. അതിന്ന് നേടാൻ കഴിഞ്ഞു. വളരെ കൃത്യമായും ഞാൻ അതിനെല്ലാം മറുപടി പറയാം. ഒന്നാമത് ജയിക്ക് പറഞ്ഞ സേ പരീക്ഷയുടെ കാര്യം.
ഈ സേ പരീക്ഷയിൽ SFIയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സഖാവ് വിജിൻ വന്നു, പരീക്ഷ എഴുതി, അദ്ദേഹം ഒപ്പുവെച്ചു. നിങ്ങളുടെ വിദ്യാഭ്യാസ മന്ത്രി, നിങ്ങൾ പീറക്കടലാസ് എന്ന് പറഞ്ഞല്ലോ, നിങ്ങളുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒപ്പും സീലോടും കൂടിയാണ് ഈ പീറക്കടലാസ് ആധികാരിക രേഖയായി മാറിയതെന്ന് വളരെ വിനയത്തോടെ ജയിക്കിനോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ രാജിയുടെ കാര്യം ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങളുടെ മുദ്രാവാക്യം വളരെ വ്യക്തമായിരുന്നല്ലോ. പ്രിൻസിപ്പൽ ലക്ഷ്മി നായർ രാജിവെക്കണം. അവർ അതിന് തയ്യാറല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അവരെ മാറ്റണം. മാനേജ്മെൻറ്റ് അതിന് തയ്യാറല്ലെങ്കിൽ സർവകലാശാല അവരുടെ അഫിലിയേഷൻ റദ്ദാക്കണം. സർക്കാർ ദളിത് പീഡനത്തിന് അവരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യണം. അവരുടെ ഭൂമി ഏറ്റെടുക്കണം. വളരെ കൃത്യമായ മുദ്രാവാക്യമല്ലേ. അവർ രാജിക്ക് തയ്യാറായില്ല. മാനേജ്മെൻറ്റ് അവരെ മാറ്റി നിർത്തേണ്ടി വന്നു. ജയ്ക്കുണ്ടാക്കിയ എഗ്രിമെൻറ്റും ഞങ്ങളുണ്ടാക്കിയ എഗ്രിമെൻറ്റും വളരെ കൃത്യമാണ്. ഞാൻ വ്യത്യാസം എണ്ണി പറയാം. ജയ്ക്കിൻ്റെ എഗ്രിമെൻറ്റിൽ എന്താ പറയുന്നത്? പ്രിൻസിപ്പൽ സ്ഥാനം ഒഴിഞ്ഞു, 5 വർഷത്തേക്ക് ഫാക്കൽറ്റി ആയിട്ടുണ്ടാവില്ല. ഒഴിഞ്ഞു എന്ന് പറഞ്ഞു. ഞങ്ങളുടെ എഗ്രിമെൻറ്റിൽ എന്താ പറയുന്നത്? മാറ്റി നിർത്തി. ലക്ഷ്മി നായർ ഒരു വ്യക്തി ഒഴിയുകയാണ്, സ്ഥാനം ഒഴിയുകയാണ്. ഒഴിയുക എന്ന് പറഞ്ഞാൽ അവരുടെ സമ്മതത്തോട് ഒഴിയുമ്പോൾ അവരുടെ ഒപ്പതിൽ വേണം. ലക്ഷ്മി നായർ അതിനകത്ത് ഒപ്പിട്ടിട്ടില്ല. ഞങ്ങളുടെ എഗ്രിമെൻറ്റിൽ അവരെ അതോറിറ്റി മാറ്റി നിർത്തുകയാണ്. ഞങ്ങളുടെ എഗ്രിമെൻറ്റിൽ വളരെ കൃത്യമായി ഗവേണിംഗ് കൗൺസിൽ എന്ന് പറയുന്ന ഒരു പദമുണ്ട്. ജയ്ക്ക്, നിങ്ങളുടെ എഗ്രിമെൻറ്റിൽ ഗവേണിംഗ് കൗൺസിൽ എന്നൊരു പദമില്ല. ഈ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, പ്രിൻസിപ്പളെ സംബന്ധിച്ചിടത്തോളം ഗവേണിംഗ് കൗൺസിൽ എന്ന് പറയുന്ന പദത്തിന് പൗരത്വതയുണ്ട്. ഈ കരാറിൽ പറയുന്നു ഗവേണിംഗ് കൗൺസിലിൻ്റെ തീരുമാനത്തോടെയാണ് അവരെ മാറ്റി നിർത്തുന്നത്. ടെർമിനേഷൻ വിത്തൗട്ട് നോട്ടീസ് പോലും കൊടുക്കാതെ സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആ അതോറിറ്റി പ്രിൻസിപ്പാളെ മാറ്റി നിർത്തി. രണ്ടാമത്തെ കാര്യം, വൈസ് പ്രിൻസിപ്പാളിനെ നിയമിക്കാൻ നിങ്ങളുടെ കരാറിൽ എന്താ പറഞ്ഞത്? മാധവൻ പോറ്റി എന്ന് പറഞ്ഞാൽ യോഗ്യതയില്ലാത്ത വൈസ് പ്രിൻസിപ്പാളാണ്. ഞങ്ങളുടെ കരാറിൽ എന്താ പറയുന്നത്? യൂണിവേഴ്സിറ്റി നിഷ്കർഷിക്കുന്ന മുഴുവൻ യോഗ്യതകളോടും കൂടിയാണ് ഞങ്ങളുടെ പുതിയ പ്രിൻസിപ്പാൾ വരേണ്ടത്. അവിടെ പത്രപരസ്യം നൽകി, ഇന്റർവ്യൂ നടത്തി, റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച ഒരു പ്രിൻസിപ്പാൾ വന്നു കഴിഞ്ഞാൽ കാലപരിധിക്കുള്ളിൽ അദ്ദേഹത്തെ പിരിച്ചുവിടാൻ കഴിയില്ല. മൂന്നാമത്തെ കാര്യം, ഇവിടെ ഞങ്ങൾ മാനേജ്മെന്റിന്റെ അടുക്കളപ്പുറത്തല്ല, ഇത് വിദ്യാഭ്യാസ മന്ത്രിയുടെ മേശപ്പുറത്ത് വെച്ച് നടന്നിട്ടുള്ള ഒരു എഗ്രിമെന്റാ. അതിന് കൃത്യമായ വാലിഡിറ്റി ഉണ്ട്. വിദ്യാഭ്യാസ മന്ത്രി ചാൻസലറാണ് അദ്ദേഹം. ഞങ്ങൾ പറയുന്നു മാനേജ്മെന്റിന്റെ ഒരു ലോക്കൽ മാനേജറുടെ മുമ്പിലല്ല ഞങ്ങൾ ഈ ചർച്ച നടത്തിയിട്ടുള്ളത്. വിദ്യാഭ്യാസ മന്ത്രി ഞങ്ങൾക്ക് ഉറപ്പ് നൽകിക്കുന്നു, ഈ കരാറിൽ എന്തെങ്കിലും ലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൃത്യമായ ഇടപെടൽ ഇതിനകത്തുണ്ടാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങൾ പറയുന്നു, ഞങ്ങളുടെ എഗ്രിമെന്റ് വളരെ കൃത്യമായി പറയുന്നു, ആ കോളേജിലെ അവസാനത്തെ വിദ്യാർത്ഥിയെയും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. അവസാനത്തെ വിദ്യാർത്ഥിയെ മാത്രമല്ല, ഈ സമരത്തിൽ നിന്നും പാതി വഴിയിൽ പാഞ്ഞോടിയ SFIയുടെ സ്നേഹിതന്മാരെയും അതിൽ ഒപ്പുവെപ്പിക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് ഞങ്ങൾ കാണുന്നത്. മന്ത്രിയുടെ ഒപ്പുണ്ട്, ആധികാരികമായ ഒരു രേഖയാണ്. നിങ്ങൾ ഉണ്ടാക്കിയ കരാറും ഞങ്ങൾ ഉണ്ടാക്കിയ കരാറും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ജയിക്ക് അത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് ഈ സമയത്ത് പിന്മാറി. ഞാൻ മറ്റതിഥികളിലേക്ക് പോകുന്നു. ജയിക്ക്, ശ്രീ VS ജോയ്, ഞാൻ ഒറ്റ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ. ഇതേ കാര്യങ്ങൾ ഒരു മാറ്റവും കൂടാതെ 4-ാം തീയതി നടന്ന ചർച്ചയിൽ പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉറപ്പ് നൽകിയതാണ്. ശ്രീ വേണു, ഇവർ പറയുമ്പോൾ നമ്മൾ വല്ലാതെ തെറ്റിദ്ധരിക്കപ്പെട്ടു പോവുകയാണ്. 5 വർഷം അവിടെയാണ് നമ്മൾ അടക്കിയത്. 5 വർഷം പറയട്ടെ, 5 വർഷം എന്ന വിഷയത്തിലാണ് നമ്മൾ അടക്കിയത്. ഇന്ന് 5 വർഷം പറഞ്ഞില്ല. ചർച്ചയിൽ ഇതേ തർക്കം ഉണ്ടാവാൻ കാരണം സർ കാലാവധി വെക്കരുത് എന്ന് ഞങ്ങൾ ആവർത്തിച്ച് വിദ്യാഭ്യാസ മന്ത്രിയോട് പറഞ്ഞു. ഞാനിവിടെ പറയുന്നത് വിദ്യാർത്ഥി പ്രതിനിധി എന്നുള്ള പക്ഷത്ത് നിന്നാണ്. ഞങ്ങൾ അവിടെ ആവർത്തിച്ച് പറഞ്ഞു, സർ മാനേജ്മെന്റ് ക്ലാസ് തുടങ്ങാൻ ഞങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ സർ അത് പറയുന്നത് പോലെ ഈ കാലാവധി വെക്കാതെ ഈ പ്രിൻസിപ്പളെ തൽസ്ഥാനത്ത് നിന്ന് നീക്കാൻ സർ മാനേജ്മെന്റിനോട് ആവശ്യപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അന്നതിന് തയ്യാറായില്ല. അതുകൊണ്ടാണ് ആ ചർച്ച പിരിഞ്ഞു പോയത്. പക്ഷെ ഇന്ന് നേരെ വിപരീതമായി ഈ പ്രിൻസിപ്പളിനെ ഈ സ്ഥാനത്ത് നിന്ന് കാലപരിധി വെക്കാതെ പറഞ്ഞു വിടാൻ, നീക്കം ചെയ്യാം എന്ന് പറയാൻ വിദ്യാഭ്യാസ മന്ത്രി തയ്യാറാവുകയും അത് മാനേജ്മെന്റ് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. പിന്നെ രാജിയുടെ കാര്യം, ഇപ്പൊ ജയിക്ക് ഞങ്ങളെ കളിയാക്കിയതുപോലെ തിരിച്ച് ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ രാജി എന്ന ആദ്യം മുദ്രാവാക്യം വെക്കുന്നത് SFIക്കാരാണ്. അവരെന്നിട്ട് ഈ 5 വർഷം എന്ന് പറയുന്ന ഈ പീറക്കടലാസും മേടിച്ച് അവർ പിരിഞ്ഞുപോയി. അപ്പൊ ഇവർക്ക് എന്ത് യോഗ്യതയുള്ളത്? രാജി എന്ന് പറഞ്ഞിട്ട് ഇത്രയും നല്ലൊരു ഡോക്യുമെന്റ് വാങ്ങി ഈ പ്രിൻസിപ്പളിനെ കാലാവധി പറയാതെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത് ഞങ്ങൾ ആ സമരത്തിൽ നിന്ന് പിന്മാറുമ്പോൾ ഞങ്ങളെ വിമർശിക്കാൻ എന്ത് യോഗ്യതയുള്ളത് സർ? മനസ്സിലാവുന്നില്ല. ഇവരിടപെട്ടുകൊണ്ട് അതിനുള്ള സമയം കൂടെ എനിക്ക് നൽകണം. ജനാധിപത്യത്തിൽ അതാണല്ലോ ശരി. ഇവിടെ ഇതേ കാര്യം എനിക്കൊറ്റ സംശയമുള്ളൂ. ഇതേ കാര്യം ഫെബ്രുവരി 4-ാം തീയതി നടന്ന ചർച്ചയിൽ അക്കമിട്ട് പ്രൊഫസർ C രവീന്ദ്രനാഥ് പറഞ്ഞതാണ്. ഒരു സംശയവും വേണ്ട. അവിടെ പ്രിൻസിപ്പളിനെ മാറ്റുന്നതിനെ സംബന്ധിച്ച് ഏത് ഘട്ടത്തിലാണ് ടൈം ബോണ്ട് പറഞ്ഞത്? ഒരു ടൈം ബോണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പുതിയ പ്രിൻസിപ്പളിനെ നിയമിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത്. പിന്നെ ഇവർ പറയുന്നുണ്ട്, ഞങ്ങളുടെ കരാറിൽ
വൈസ് പ്രിൻസിപ്പളിന്റെ ചുമതല നൽകാൻ വേണ്ടി തീരുമാനിച്ചു. അതേപോലെ തന്നെ 5 വർഷം എന്നുള്ള ടൈം ബോണ്ട് പറഞ്ഞു. ശ്രീ ജോയി, ആരെയാണ് നിങ്ങൾ വിഡ്ഢിയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? ഒരു സംശയവും വേണ്ട, നിങ്ങളുടെ കരാറിന്റെ പൊള്ളത്തരം എന്താണെന്നുള്ളത് 100% നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇത് കരാർ തന്നെ പോലും ഞാൻ വിദ്യാഭ്യാസ മന്ത്രി ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ ഇത് മിനിറ്റ്സ് ആണ് എന്നാണ് പറയാൻ വേണ്ടി കഴിഞ്ഞത്. അതിന്റെ തർക്കത്തിലേക്ക് പിന്നീട് വരാം. ഇവിടെ ഗവേണിംഗ് കൗൺസിലിന്റെ യോഗ്യതയെ സംബന്ധിച്ച് അതേപോലെ തന്നെ വൈസ് പ്രിൻസിപ്പൽ എപ്പോഴാണ് വൈസ് പ്രിൻസിപ്പലിന്റെ ചുമതല നൽകുമെന്നുള്ള തീരുമാനം വരുന്നത് എപ്പോഴാണ്? അവിടുത്തെ പ്രിൻസിപ്പൽ പരിപൂർണമായും ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തപ്പെടുമെന്നത് ഞങ്ങളും മാനേജ്മെന്റ് നടത്തി. ജോയി പറയും അടുക്കളപ്പുറത്തുനിന്ന്. അങ്ങനെയാണെങ്കിൽ ആ അടുക്കളപ്പുറത്ത് തലേ ദിവസം KSUവിന്റെ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിനിധികളും അതേപോലെ തന്നെ എല്ലാ വിദ്യാർത്ഥി സംഘടന പ്രതിനിധികളും ഞങ്ങൾ അടുക്കളപ്പുറത്തായിരുന്നെങ്കിൽ ആ അടുക്കളപ്പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചർച്ച ചെയ്തത് ഡോക്ടർ നാരായണൻ നായർ എന്ന് വിളിക്കപ്പെടുന്ന ആ സ്ഥാപനത്തിലെ ആ മനുഷ്യന്റെ ഔദ്യോഗിക സ്ഥലത്ത് ഓഫീസിൽ ഇരുന്നിട്ടാണ് ഞങ്ങൾ ചർച്ചയ്ക്ക് പോയത്, അല്ലാതെ ഒരു അടുക്കളപ്പുറത്തുമായിരുന്നില്ല. അങ്ങനെ അത് അടുക്കളപ്പുറമായിരുന്നെങ്കിൽ നിങ്ങൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പ്രിൻസിപ്പൽ പൂർണ്ണമായും മാറ്റി നിർത്തപ്പെടുകയും വൈസ് പ്രിൻസിപ്പലിന് ചുമതല നൽകുകയും ചെയ്യുമെന്നാണ് ആദ്യ ധാരണ ഞങ്ങൾ തമ്മിൽ ഉണ്ടാവുന്നത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ പകരം ചുമതലയേൽക്കുന്ന വൈസ് പ്രിൻസിപ്പലിന്റെ SSLC പാസ്സായിട്ടുണ്ടോ, +2 പാസ്സായിട്ടുണ്ടോ, PhD ഉണ്ടോ, വയസ്സ് കഴിഞ്ഞോ എന്നല്ല ഞങ്ങൾ അവിടെ ചർച്ച ചെയ്തത്. അവർ ആ സ്ഥാനത്ത് നിന്ന് പരിപൂർണ്ണമായി മാറ്റപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഞങ്ങൾ പോയത്. ഇദ്ദേഹത്തിന്റെ യോഗ്യതയെ സംബന്ധിച്ച് വിവാദം ഉയർത്തുമ്പോൾ ഒരു സംശയത്തിന് ഇടയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞതാണ് യോഗ്യതയുള്ള ആളെ മാത്രമേ അവിടെ പ്രിൻസിപ്പളായി നിയമിക്കാൻ വേണ്ടി കഴിയൂ എന്നുള്ളത്. നിങ്ങൾ പറയുന്ന കേട്ടാൻ വേണ്ടി തോന്നും ഈ നിങ്ങളുടെ ചർച്ചയ്ക്ക് ശേഷമാണ് പുതിയ പ്രിൻസിപ്പളെ ക്ഷണിച്ചുകൊണ്ടുള്ള ജോയി ഇടപെടരുത്, ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ സബ്ജിക്കാറുന്നത് നിങ്ങൾ പറയുന്നതോട് വിയോജിപ്പില്ലാത്തത് കൊണ്ടോ എന്റെ വായിൽ നാക്കില്ലാത്തതുകൊണ്ടോ അല്ല, എനിക്ക് പറയാനുള്ള അവസരം ലഭിക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് ആ ജനാധിപത്യം നിങ്ങൾ കാണിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു ഞങ്ങൾ ആ പ്രിൻസിപ്പലിനെ മാറ്റി നിർത്തുമെന്ന ഒന്നാം ധാരണ ഞങ്ങൾ തമ്മിൽ ഉണ്ടാവുന്നു. പകരം വൈസ് പ്രിൻസിപ്പൽ ചുമതല നൽകുന്നു. വൈസ് പ്രിൻസിപ്പലിന്റെ ചുമതലയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ യോഗ്യതയെ സംബന്ധിച്ച് തർക്കം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ സംശയരഹിതമായി വിളിച്ചു പറഞ്ഞു അദ്ദേഹത്തിന്റെ യോഗ്യതകളിൽ പ്രശ്നമുണ്ടെങ്കിൽ എല്ലാ യോഗ്യതകളോടും കൂടി ആളെ മാത്രമേ അവിടെ നിയമിക്കാൻ വേണ്ടി കഴിയൂ ഞങ്ങൾ വിളിച്ചു പറഞ്ഞു. അതേ ധാരണ തന്നെയാണ് ഫെബ്രുവരി 4-ാം തീയതി ഉണ്ടായത്. ഇന്ന് രാവിലെയാണ് പരസ്യം വന്നത് പുതിയ പ്രിൻസിപ്പലിനെ ക്ഷണിച്ചുകൊണ്ട് ഉദ്യോഗാർത്ഥികളിൽ നിന്ന്. നിങ്ങൾ വായിച്ച ചർച്ചയ്ക്ക് ശേഷമല്ല, ചർച്ചയ്ക്ക് മുമ്പ്. അപ്പോൾ അതൊക്കെ കൂടെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ പ്രതികരിക്കാൻ. ഇവിടെ പുതിയ പരസ്യം വന്നത് ഞങ്ങൾ നടത്തിയ സമരം നീണ്ടുപോയതുകൊണ്ടാണ്. വളരെ കൃത്യമായി ഞങ്ങൾ സമരം ഉന്നയിച്ചുകൊണ്ടാ. ഇന്നലെ വൈകുന്നേരം CPIയുടെ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഇടപെട്ടാണ് ഇന്ന് പരസ്യം വന്നത്. ജയിക്കുന്നറിയില്ല, പക്ഷെ ഞാൻ പറയാം വളരെ കൃത്യമായി രംഗത്ത് നിൽക്കുന്ന വിദ്യാർത്ഥി സംഘടനകളുടെ നിലപാട് കൊണ്ട് തന്നെയാണ് ഇന്ന് പരസ്യം വന്നത്. നിങ്ങൾ എന്തിനാണ് ഫെബ്രുവരി 4-ാം തീയതി പിന്നെ എന്തുകൊണ്ട് സമരം അവസാനിപ്പിച്ചത്? എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കുട്ടികളെ മരത്തിൽ കയറ്റി? എന്തുകൊണ്ട് സ്വയം SFIയുമായി എത്തിയിട്ടുള്ള എഗ്രിമെന്റ് അംഗീകരിക്കണമെന്ന് അന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. SFI മാനേജ്മെന്റ് വന്നിട്ടുള്ള എഗ്രിമെന്റ് അംഗീകരിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് പറ്റില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഈ പറയുന്ന പ്രിൻസിപ്പാളെ കാലപരിധി നോക്കാതെ എന്നേക്കുമായി മാറ്റി നിർത്തണം. 5 വർഷം എന്ന് പറയുന്ന ഒരു പരിധി അവിടെ പാടില്ല. 5 വർഷത്തിന്റെ പരിധി പച്ചക്കള്ളം ഇരുട്ടാക്കിക്കൊണ്ട് ആരെയും കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ കഴിയുകയില്ല. ഇതിലെ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് കേരളീയ പൊതുസമൂഹം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇവിടെ SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് ആദ്യത്തെ പരീക്ഷ എഴുതി തോറ്റ ആളുകളാണ് സപ്ലിമെൻ്ററി പരീക്ഷ എഴുതി ജയിക്കുന്നതാണ്. എന്നാൽ SFI ആദ്യഘട്ടത്തിൽ ജനുവരി മാസം 31-ാം തീയതി ചർച്ച നടത്തി നിങ്ങൾ എഴുതിയ പരീക്ഷ വിജയിച്ചു എന്നുണ്ടെങ്കിൽ എന്തിന് നിങ്ങൾ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വിളിച്ച ചർച്ചയിൽ പങ്കെടുക്കണം? നിങ്ങൾ ആ ചർച്ചയിൽ പങ്കെടുക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ എഴുതി തയ്യാറാക്കിയ കരാറടിസ്ഥാനത്ത് അതാണ് ഏറ്റവും മികച്ച കരാറെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഈ പരീക്ഷയ്ക്ക് ഹാജരാകേണ്ടതല്ലോ. അപ്പോൾ കേരളീയ പൊതുസമൂഹം ഇത് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇവിടെ 2 കരാറുകളെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. ഇവിടെ ജനുവരി മാസം 31-ാം തീയതി SFI അംഗീകരിച്ച കരാറിനകത്ത് എന്താണ് പറയുന്നത്? SFI അംഗീകരിച്ച കരാറിനകത്ത് പറയുന്നത് ലക്ഷ്മി നായർ ആ സ്ഥാനത്തിൽ നിന്ന് ഒഴിഞ്ഞ് 5 വർഷത്തേക്ക് ഒഴിഞ്ഞിട്ട് പകരം വൈസ് പ്രിൻസിപ്പളായിട്ടുള്ള ഇവിടെ പറഞ്ഞ യോഗ്യതയില്ലാത്ത മാധവൻ പോറ്റി എന്ന് പറയുന്ന ആളിനെ വൈസ് പ്രിൻസിപ്പാളിന്റെ ചുമതല ഏൽപ്പിക്കുമെന്നാണ് പറഞ്ഞത്. അതാണ് നിങ്ങൾ അംഗീകരിച്ചത്. അയോഗ്യനായിട്ടുള്ള 67 വയസ്സുള്ള PhD ഡോക്ടറേറ്റ് ബിരുദമില്ലാത്ത ഒരാളിനെ വൈസ് പ്രസിഡന്റായി ചുമതല ഏൽപ്പിച്ച് കരാറിൽ ഒപ്പിട്ടിട്ടാണ് നിങ്ങൾ പുറത്തിറങ്ങി സമരം അവസാനിപ്പിച്ചത്. എന്താണ് ഇന്നത്തെ കേരളത്തിലെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വിളിച്ച ചർച്ചയിൽ വന്നിരിക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നു ലക്ഷ്മി നായർ 5 വർഷം കഴിഞ്ഞാലും മടങ്ങി വരാൻ പോകുന്നില്ല. അവരെ ആജീവനാന്തം അവിടെ നിന്ന് മാറ്റുകയാണ്. ഗവേണിംഗ് കൗൺസിൽ തീരുമാനപ്രകാരം പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് മാറ്റിയെന്നാണ് പറയുന്നത്. പുതിയ പ്രിൻസിപ്പാൾ സർവകലാശാല അനുശാസിക്കുന്ന UGCയുടെ എല്ലാ ചട്ടങ്ങളോടും കൂടി പുതിയ പ്രിൻസിപ്പാൾ കടന്നു വരും. ഈ പോറ്റിയുടെ കാര്യം പറയുന്നുണ്ടല്ലോ, അത് സർവകലാശാല ചട്ടങ്ങൾ പൂർണ്ണമായി ലംഘിക്കുന്ന ഒന്നായിരുന്നു. അതിനെ അംഗീകരിച്ചുകൊണ്ട് SFI പുറത്തേക്ക് ഇറങ്ങി വന്നു എന്ന് പറയുന്നു. ഇപ്പോൾ ഈ പറയുന്ന നിയമവിദ്യാലയമുണ്ടല്ലോ, അതിൻ്റെ ഘടന സർവകലാശാല അംഗീകരിച്ച സ്വഭാവത്തിലാണോ ഇപ്പോൾ നിൽക്കുന്നത്? അവിടുത്തെ ഭൂവിനിയോഗം സർക്കാർ നൽകിയ വ്യവസ്ഥകൾക്കനുസരിച്ചാണോ നടക്കുന്നത്? അപ്പോൾ
നിയമലംഘനങ്ങൾ നോക്കുകയാണെങ്കിൽ അതൊരു പോറ്റിയിൽ തുടങ്ങി അവസാനിക്കുന്നതല്ല, അതിന് പിന്നിലേക്ക് ഒരുപാട് ഏടുകളുണ്ട്. ഒരൊറ്റ കാര്യം മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അത് മാത്രമാണ് അവിടെ നടന്ന ഏക നിയമലംഘനം എന്ന് സ്ഥാപിക്കരുത്. ഞാൻ പറയട്ടെ, ഇത് പൂർണ്ണമായിട്ടും പറയുവാനുള്ള അവസരം തരണം. ഇന്നത്തെ കരാറുമായി ബന്ധപ്പെട്ട് ഈ കരാറിനകത്ത് ഒപ്പുവെച്ചിരിക്കുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഒപ്പിട്ട് സീല് വെച്ച ഒരു കരാറാണോ നിങ്ങൾക്ക് ആധികാരികത, അതോ നാരായണൻ നായർ ഒപ്പിട്ട് നൽകിയ കരാറാണോ? കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കേരളത്തിലെ ഗവൺമെന്റിന് വേണ്ടിയാണ് ഒപ്പിടുന്നത്. ഇതിനകത്ത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, കരാർ ലംഘനം നടത്തിയാൽ ഈ സർക്കാരിന് ഉത്തരവാദിത്വം ഉണ്ട്. നേരത്തെ സർക്കാരിന് ഉത്തരവാദിത്വം പോയി കഴിഞ്ഞാൽ സർക്കാർ അത് കക്ഷിയാകും. ശരി, അഡ്വക്കേറ്റ് ജയശങ്കറിലേക്ക് പോകുന്നു. അഡ്വക്കേറ്റ് ജയശങ്കർ, താങ്കൾ ഈ സംഭവ പരമ്പരകൾ മുഴുവൻ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇന്നിപ്പോൾ സമരം തീർന്നിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യവുമാണ്. ആരുടെ വിജയമാണ് ഈ സമരം? ആരുടെ വിജയമാണ് എന്നുള്ളതിനേക്കാളും നമ്മൾ ആലോചിക്കേണ്ടത് ആരുടെ പരാജയമാണെന്നാണ്. ആരെങ്കിലും ഒരാൾ തോറ്റിരിക്കണമല്ലോ. ഈ സമരത്തിൽ പരാജയപ്പെട്ടുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുമാണ് എന്ന് പറയേണ്ടി വരും. SFIക്കാരുടെ പരാജയം അത്ര വലിയ പരാജയമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. കാരണം അവർക്ക് സ്വതന്ത്രമായ ഒരു അസ്തിത്വമില്ല. പാർട്ടി കൊട്ടുന്ന താളത്തിന് തുള്ളുന്ന പാവങ്ങളാണ് അവർ. ഞാൻ അവരെ കുറ്റം പറയുകയില്ല. ഇപ്പോൾ ജയിക്ക് ഇവിടെ വളരെ കാര്യമായിട്ട് വാദിക്കുന്നത് കിട്ടും. ഇനി ഞാൻ അദ്ദേഹത്തെ ഹാർദവമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഏതായാലും അദ്ദേഹം മാർച്ചിലെ പരീക്ഷ തന്നെ പാസ്സായല്ലോ. ഇനി ഇതുപോലുള്ള വിജയങ്ങൾ കുറച്ചുകൂടി ഉണ്ടാകട്ടെ എന്ന് ഞാൻ അദ്ദേഹത്തെ ആശംസിക്കുന്നു. ഇവിടുത്തെ പ്രശ്നം അതല്ല. ഇത് സർക്കാരിൻ്റെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായയ്ക്ക് കനത്ത പ്രഹരമാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ഇത് കേവലം ഒരു ലോ അക്കാഡമിയിലെ സമരമല്ല. ഇത് ഒരു പ്രശ്നം, ഒരു ചെറിയ പ്രശ്നം നേരിട്ട് അത് ഒത്തീർപ്പാക്കുന്നതിൽ സർക്കാരിനുണ്ടായ വലിയ പിടിപ്പുകേടാണ് സൂചിപ്പിക്കുന്നത്. അത് വിദ്യാഭ്യാസ മന്ത്രിക്കും അതുപോലെ തന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് മുഖ്യമന്ത്രിക്കുമാണ് ഇതിൽ പരാജയം സംഭവിച്ചിട്ടുള്ളത്. യാതൊരു സംശയവുമില്ല. കാരണം ഇവിടെ എല്ലാ അഴിമതിയും തുടച്ചു നീക്കും എന്ന് പറഞ്ഞ് എല്ലാം ശരിയാവും എന്ന് പറഞ്ഞു വന്നൊരു സർക്കാർ നിസ്സാരമായ ഒരു കാര്യം, ലോ അക്കാഡമിയിലൊരു സമരം ഒത്തീർപ്പാക്കുന്നതിൽ പരാജയപ്പെടുന്നു എന്ന് മാത്രമല്ല, അഴിമതിക്ക്, കെടുകാര്യസ്ഥതയ്ക്ക്, കൊള്ളരായ്മയ്ക്ക്, ഹരിജന പീഡനത്തിന് എല്ലാം കുടപിടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ ലക്ഷ്മി നായർ എന്ന് പറഞ്ഞ സ്ത്രീയെ നീക്കണമെങ്കിൽ കേരള സർക്കാരിന് ഒരു ദിവസം കൊണ്ട് ചെയ്യാവുന്നുള്ളൂ. അത് ഈ നിമിഷം വരെ വഷളാക്കി 29 ദിവസം ഈ സമരം അനാവശ്യമായിട്ട് നീട്ടിക്കൊണ്ടുപോയി. വേണുവിനെ അറിയാമല്ലോ, ഈ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് അദ്ദേഹത്തെ ഏറ്റവും നിശിതമായി വിമർശിച്ചിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷേ ഉമ്മൻചാണ്ടിയായിരുന്നു മുഖ്യമന്ത്രിയെങ്കിൽ ഈ സമരം ഒരാഴ്ചക്കപ്പുറം പോകുമായിരുന്നില്ല. അദ്ദേഹം അവിടെ ചെന്ന് അത് അന്ന് ഒത്തീർപ്പാക്കുമായിരുന്നു. ഇത് വളരെ പെട്ടെന്ന് തീർക്കാമായിരുന്നൊരു കേസാണ്. ഇത് അതിഭയങ്കരമായ ഒരു വലിയ രാഷ്ട്രീയ പ്രശ്നമാക്കി 29 ദിവസം മാധ്യമങ്ങൾക്ക് ചർച്ച ചെയ്യാൻ കൊടുത്ത സർക്കാരിൻ്റെ പരമപരാജയമാണ് ഇവിടെ കാണുന്നത്. അഡ്വക്കേറ്റ് ജയശങ്കർ, മുഖ്യമന്ത്രി പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്ത വൃത്തങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഇത് അദ്ദേഹം ഇടപെടേണ്ട ഒരു വിഷയം അല്ല എന്നാണ്. ഇത് മന്ത്രി പോലും ഇടപെടേണ്ട ഒരു വിഷയമല്ല. സാധാരണഗതിയിൽ ബന്ധപ്പെട്ട അധികൃതർ പരസ്പരം സംസാരിച്ച് തീർത്ത് പരിഹാരം കാണേണ്ട ഒരു വിഷയമാണ്. ആ നിലയിലാണ് പിണറായി വിജയൻ ഇതിൽ നിന്ന് ഈ നിമിഷം വരെ, ഈ സമരം ഒത്തുതീർന്ന ഈ ദിവസം വരെ അകന്നു നിൽക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ താത്വിക പ്രശ്നമായിരിക്കും. നമ്മുടെ നാട്ടുകാർക്ക് അങ്ങനെ താത്വികവും ദാർശനികവുമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇവിടെ പ്രശ്നമല്ലോ. ഇവിടെ ഒരു സമരം ഉണ്ടാവുന്നു ഇല്ലേ? ഇന്നലെ ഒരു വൃദ്ധൻ അവിടെ കുഴഞ്ഞു വീണ് മരിച്ചല്ലോ. അതിനെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ അഭിപ്രായം എന്താ? അദ്ദേഹത്തിന് മരിക്കാനുള്ള പ്രായമായതുകൊണ്ട് കുഴഞ്ഞു വീണ് മരിച്ചു എന്നാണോ? അങ്ങനെയൊന്നും ഒരു മുഖ്യമന്ത്രി ഒരു പ്രശ്നത്തെ ലഘൂകരിച്ച് കാണരുത്. ഇത് ഇന്നിപ്പോൾ കേരളീയ സമൂഹം ഏറ്റവും ശക്തമായി ചർച്ച ചെയ്തൊരു വിഷയമാണ്. ഇവിടെ മാനേജ്മെൻറ്റിനല്ല പരാജയം ഉണ്ടായിട്ടില്ല. മാനേജ്മെൻറ്റ് വിജയകരമായി പിന്മാറുകയാണ് ചെയ്തത്.